അപ്പോൾ പറഞ്ഞു വന്നത് നമ്മളെ ഒരു തറവാട്ടിലേക്ക് തിരിച്ചു വന്നു. അപ്പോൾ ഞാനൊക്കെ പലപ്പോഴും എവിടേക്കെങ്കിലും ലോങ് യാത്രയിൽ കുറേ കാലം മഞ്ചേരി വിട്ടു നിന്ന് കഴിഞ്ഞാൽ ടൗണിൽ വന്നു കഴിഞ്ഞാലും ഫർസയിൽ വന്നിട്ട് എന്തെങ്കിലും ഒന്ന് കഴിച്ചിട്ടാണ് വീട്ടിലേക്ക് തന്നെ പോകാറുള്ളത്. അപ്പം അങ്ങനെ ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. കാരണം ഫർസ എന്നുള്ളത് നമ്മളുടെ ആ ഒരു ടേസ്റ്റിൻ്റെ ക്വാളിറ്റിയുടെ നമ്മുടെ ഒരു തറവാട്ടിത്തത്തിൻ്റെ ഒരു തറവാട്ടിലേക്ക് തിരിച്ചു പോകുന്ന ഫീൽ ഒക്കെ നൽകുന്ന ഒരു ഇടമായിട്ട് മഞ്ചേരിക്കാർക്ക് മാറിയിട്ടുണ്ട്. ഒപ്പം തന്നെ മറ്റു നാട്ടുകാരും അതേപോലെ തന്നെ കാണാറുണ്ട്. നമ്മളൊക്കെ നമ്മളൊരു സുഹൃത്തിനെ ദൂര സ്ഥലത്തു നിന്നൊക്കെ നമ്മളെ കാണാൻ വരുന്ന ഒരു സുഹൃത്തിനെ അല്ലെങ്കിൽ നമ്മളൊരു കൺസൾട്ട് ചെയ്യുന്ന പിന്നെ ബിസിനസ്സുകാരെയൊക്കെ നമ്മൾ ഒരിക്കലെങ്കിലും ഫർസയിലെ ഭക്ഷണം അവർക്ക് രുചിക്കാൻ അവസരം ഒരുക്കി കൊടുത്തിട്ട് അവരെ തിരിച്ചു വിടാറുള്ളൂ എന്നുള്ളതാണ്. അങ്ങനെ എന്തുകൊണ്ടും ഇമോഷണലി മഞ്ചേരിക്കാരുമായിട്ടും ഈ നാട്ടിന് ചുറ്റുഭാഗമുള്ള ആളുകളുമായിട്ടും വളരെയധികം കണക്റ്റഡ് ആയിട്ടുള്ള ഒരു പേരാണ് ഫർസ എന്നുള്ളത്. ഒരു ടേസ്റ്റിൻ്റെ, ക്വാളിറ്റിയുടെ, ഫുഡിൻ്റെ, തനിമയുടെ ഒക്കെ ഒരു പ്രതീകമായിട്ട് നിലനിൽക്കുന്ന മഞ്ചേരിയുടെ ഫർസയുടെ ഒരു കിങ് മേക്കേഴ്സാണ് അതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരു ഫാമിലിയാണ്. അതിൻ്റെ മൂത്ത ജ്യേഷ്ഠനാണ് ചെറിയാക്കൻ്റെ സഹോദരന്മാരും ചെറിയാക്കൻ്റെ മകനും അവരുടെ സെക്കൻഡ് തലമുറയിൽ വരുന്ന ആളുകളുണ്ട്. അവരും ഒക്കെ ഉൾക്കൊള്ളുന്നതാണ് ആ ഫർസ എന്ന് പറയുന്ന നമുക്ക് ഈ സ്നേഹം തരുന്ന ഈ ഒരു ഫാമിലി. അവർക്കിടയിലും ആ ഒരു വലിയ സ്നേഹത്തിൻ്റെ, ആ ഒരു വലിയ ആഘോഷത്തിൻ്റെ, ആ സന്തോഷത്തിൻ്റെ ആ വേളകൾ അവർ നിലനിർത്തുന്നതിലാണ് അവർ ഫോക്കസ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും ഈ ഒരു സ്റ്റോറി കേട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നത് ബിസിനസ്സിനപ്പുറം ഇവിടെ നമുക്ക് ബാക്കി വെച്ച് പോകുന്നത് ഒരു സ്നേഹത്തിൻ്റെ ഈ രീതിയിലും നിങ്ങൾക്ക് ബിസിനസ് ചെയ്യാൻ പറ്റുമെന്നുള്ള ഒരു പുതിയ ഒരു ആശയത്തിൻ്റെ തലമാണ്. ഒരു ഫാമിലിക്ക് എങ്ങനെ ഒരു ഭംഗിയായിട്ട് സന്തോഷത്തോടുകൂടി സാഹോദര്യത്തിൽ ഒരു ബിസിനസ് ചെയ്യാമെന്നുള്ള ഒരു വലിയ മെസ്സേജാണ് ചെറിയാക്ക നമ്മളെ മുമ്പിൽ ഇപ്പം പറഞ്ഞ സമയത്ത് പല തവണ ആവർത്തിച്ചൊരു കാര്യമാണ്. ഒപ്പം പടച്ചവൻ്റെ വലിയ അനുഗ്രഹം ഇതിൻ്റെയൊക്കെ ഓരോ അരിമണിയിലും ഓരോ ഫുഡിലും നമുക്ക് തരുന്നതിന് പിന്നിലുള്ള രഹസ്യവും ഇത് തന്നെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ ഒരു സ്റ്റോറി തൽക്കാലം ഇവിടെ അവസാനിപ്പിക്കാം. താങ്ക് യു എല്ലാവർക്കും. ഫർസിൻ്റെ ടീമിനോട് പ്രത്യേകം നന്ദി ഞങ്ങൾ അറിയിക്കുകയാണ്. താങ്ക് യു ചെറിയാക്ക. ഓക്കെ ഓക്കെ നമുക്ക് ചെറിയൊരു ഫോട്ടോ പറയാം. ഫർസ ഗ്രൂപ്പിലെ ഇങ്ങനെ കണ്ടെത്തുകയും ആ ഗ്രൂപ്പ് പിന്നെ ഫർസനെ കുറിച്ച് ഒരു സ്റ്റഡി നടത്തി ജനങ്ങളിലേക്ക് എത്തിക്കുവാനേ താല്പര്യം കാണിച്ച അങ്ങയോടുള്ള അല്ലെങ്കിൽ ഗ്രൂപ്പിനോടുള്ള നന്ദി കൃത്യത ഫർസ ഗ്രൂപ്പിൻ്റെ ഈ സന്ദർഭത്തിൽ അറിയിക്കുക. ഓക്കെ നമ്മൾ